നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 622 622. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 622. ഉദ്ധവരുടെ ഗോകുലയാത്ര ഭാഗം 2, 117 സർഗം ലീലാകാണ്ഡത്തിൽ. അതിൽ 19ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ. അതെന്തായിരുന്നു? മഹിതോ നാരചരിതൻ മന്ദസ്മിത മനോഹരൻ, നിങ്ങൾക്ക് ഇപ്പോഴും മുൾക്കാമ്പിൽ വിളയാടുകയല്ലയോ. ആരെ? അക്രൂരൻ ഉദ്ധവർ നന്ദഗോപുരോട് പറയാണ്. അത്യന്ത പ്രീതിയാർ നേടും ദേവകി വസുദേവരെ വെടിഞ്ഞ് ഇനി വരില്ലെന്നോർത്തുരയ്ക്കായക മഹാമതേ. അത്യന്ത പ്രീതിയാർ നേടും ദേവകി വസുദേവരെ വെടിഞ്ഞ് ഇനി വരില്ലെന്ന് ഓർത്തുരയ്ക്കായക മഹാമതേ. ശ്രീകൃഷ്ണനും ബലരാമനും മധുരാപുരി വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അജനാം ഇവിടേക്കാരാണോർക്കിൽ അച്ഛനും അമ്മയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജനാം, അതായത് ജന്മമില്ലാത്ത അദ്ദേഹത്തിന് ആരാണ് അച്ഛൻ, ആരാണ് അമ്മ? ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ പ്രതിഷ്ഠയുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞത് വെറും ബാലിശായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു കർമ്മം ചെയ്തു, അതോടുകൂടി വിടണം എന്നല്ലാതെ കണ്ട് ഈ മെസ്മറിസം, അതായത് ആൾക്കാരെ വേദാന്തപരമായ കാര്യങ്ങളിൽ ചിന്തിപ്പിക്കാതെ കണ്ട് ഈ അനുകരണ ഭക്തിയിൽ തളച്ചിടാൻ പാടില്ല. അപ്പോൾ ഇത് ഒരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അജനാം അവിടേക്ക്, അതായത് കൃഷ്ണന് ആരാണ് ഓർക്കിൽ അച്ഛനും അമ്മയും അകതാരിങ്കൽ ആ മട്ടിൽ അഭിമാനിക്ക മാത്രമാം. അകതാരിൽ, പിള്ള മനസ്സെന്ന് പറയും, പക്വതയില്ലാത്ത മനസ്സിൽ നമ്മളങ്ങനെ അഭിമാനിക്കുകയാണ്. ഞാനാണ് അച്ഛൻ, ഞാനാണ് അമ്മ. സത്യത്തിൽ ആർക്കും അമ്മയോ അല്ല അച്ഛനോ അല്ല. ഇത് പറഞ്ഞാൽ തെറ്റി, ആൾക്കാർ തെറ്റി. അങ്ങനെ തെറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ? ഞാനെന്ന ഭാവം എന്നെന്നും ഉള്ളം തീണ്ടായ കാരണം ഉത്തമ അധമരും ശത്രുമിത്രങ്ങളും അതേവിധം. അദ്ദേഹം പറയണു, ഞാനെന്ന ഭാവം എന്നെന്നും ഉള്ളം തീണ്ടായ കാരണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഉത്തമ അധമരും ശത്രുമിത്രങ്ങളും അതേവിധം. അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, വേണ്ടപ്പെട്ടവർ, മറ്റവൻ, എൻ്റേത്, നിൻ്റേത്, ഈ മട്ടിൽ അവിടേക്കില്ലൊരിടവും. അതായത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് ടേംസിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സജ്ജനങ്ങളെ ലാളിപ്പാൻ മാത്രം കാരുണ്യവാരിധി. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിയമമുണ്ട്. എന്താ? സജ്ജനങ്ങളെ സ്നേഹിക്കും അദ്ദേഹം, സജ്ജനങ്ങളെ ലാളിക്കും. സജ്ജനങ്ങൾ ആരാ? അവരവരുടെ ഹൃദയപത്മത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്ന് വിചാരിക്കണവരെ. അപ്പോൾ തനിക്ക് താൻ തന്നെ നുള്ളിയാൽ വേദനിക്കും എന്നുള്ള പരമാർത്ഥ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവർക്ക് പ്രീതിജനകമായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സജ്ജനങ്ങളെ ലാളിപ്പാൻ മാത്രം കാരുണ്യവാരിധി പല രൂപത്തിലും മിന്നി വിളയാടുന്നു ലീലയാൽ. അത് അടുത്തത് എൻസർക്കിൾ ചെയ്തിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. മായാഗുണങ്ങൾക്ക്
മായാഗുണങ്ങൾ കൈകൊണ്ട് ഈ വിധം നിർഗുണനാം പ്രഭു. ഭഗവാൻ ആരാ? നിർഗുണനാണ്. നാമരൂപവിവർജിത. നാമമില്ല, രൂപമില്ല, എങ്ങനെയാ? അപ്പോൾ നിർഗുണനാം പ്രഭു ലോകം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചു കളിക്കലും ഓർത്തിയിടിൽ ഒന്നും ചെയ്യുന്നില്ല. അനഹങ്കാരനാകയാൽ ഇല്ല ഭഗവാൻ. എൻ്റേതൊന്നും എനിക്കെന്നുള്ളതൊന്നും ഇല്ല. അനഹങ്കാരനാകയാൽ കർത്തൃത്വം ഏറ്റുമാഴുകുന്നു ജീവനെങ്ങും മഹന്തയാൽ. നമ്മൾ കർത്തൃത്വം ഞാനാണ് എല്ലാം ചെയ്യണമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അവിടെയാണ് തെറ്റ് പറ്റണത്. കർത്തൃത്വം ഏറ്റുമാഴുകുന്നു ജീവനെങ്ങും അഹന്തയാൽ, അഹങ്കാരം കൊണ്ട്. ഭൂമിക്കും മീതെ വട്ടത്തിൽ തിരിയും ചെറുകുട്ടികൾ. ഭൂമിക്കുമീതെ വട്ടത്തിൽ തിരിയും ചെറുകുട്ടികൾ ഭൂമിയാണ് തിരിഞ്ഞിടുന്നതെന്നോർക്കും. അതേവിധം, അതായത് തലതിരിച്ചിൽ വരുമ്പോൾ കണ്ണാണ് ചുഴലണത്. അതിന് പല കാരണങ്ങളുണ്ടാവും. വീക്ക്നെസ് ആവാം, ആഹാരത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റിയതാവാം, കോൺസ്റ്റിപ്പേഷൻ മുഖാന്തരം ഉണ്ടാവും, അല്ലെങ്കിൽ വെയിൽ കൊള്ളാത്തവർ പെട്ടെന്ന് വെയിൽ കൊണ്ടാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ഭൂമിയാണു തിരിഞ്ഞിടുന്നതോർക്കും. അതേവിധം മനസ്സിൽ ഊറും കർത്തൃത്വം ആത്മാവിൽ കാണുകയാം നരൻ. ഇതാണ് ഹയ്യസ്റ്റ് ഫിലോസഫി. മനസ്സിൽ ഊറും കർത്തൃത്വം. ഞാൻ സമ്പാദിക്കണു, ഞാനാണ് ഇവരെ നോക്കണത്, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ വണ്ടിയാണ് എന്നൊക്കെ ആവശ്യത്തിലധികം കർത്തൃത്വം കാണുകയാം നരൻ. നരൻ എന്ന് പറഞ്ഞാൽ നരച്ച മരിക്കുന്നവൻ എന്നർത്ഥം. നരൻ സർവവ്യാപകനാം കൃഷ്ണൻ മധുരാ പട്ടണത്തിലോ ഗോകുലത്തിങ്കലോ മാത്രം എന്നർപ്പതും വെറും ഭ്രമം. ഹരേ കൃഷ്ണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഭഗവാൻ ഗുരുവായൂരിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഈ ശ്ലോകം പഠിക്കണം. ഗോകുലത്തിങ്കലോ മാത്രം എന്നോർപ്പതു വെറും ഭ്രമം. എല്ലാ സ്ഥലത്തും, ഓരോ മന്ദരിയിലും, ഓരോ പുല്ലിലും, ഓരോ വൃക്ഷത്തിലും, ലതാദികളിലും, ഓരോ ജീവജാലങ്ങളിലും ബാലാഗ്ര ശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഭഗവാനുണ്ട്, ഭഗവാനാണ് മനുഷ്യരെ. ഗോകുലത്തിങ്കലോ മാത്രം എന്നോർപ്പത് വെറും ഭ്രമം. നിങ്ങൾക്കോ വാസുദേവനോ മാത്രമല്ല അഖിലേശ്വരൻ മകനായി നിൽപ്പത് ആർക്കാർക്കും ആവാം കാരുണ്യമെന്തുകിൽ. അവരവരോട് ഭഗവാന് കാരുണ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവരവരാഗ്രഹിക്കപ്പെടുന്ന റിലേഷനാണ്. ഭർത്താവാണോ ശരി, മകനാണോ ശരി, ഉണ്ണിക്കണ്ണനാണോ ശരി, പക്ഷെ അഹന്ത പാടില്ല. മകനായി നിൽപ്പത് ആർക്കാർക്കുമാവാം കാരുണ്യമേന്തുകിൽ. ആളുകൾ ഏതേതോ ഭാവമാർന്നു ഭജിക്കുമോ. ആര് എങ്ങനെ ഭജിക്കണോ അങ്ങനെ ഭഗവാൻ വരും. ആരെ എങ്ങനെ ഭജിക്കണോ അതേപോലെ ആവും. അതാതാളിൽ അതാതായി വിലസും വിശ്വഭാവനൻ. അതാതാളുകളിൽ അതാതായി വിലസും വിശ്വഭാവനൻ. പിതൃപുത്രകളത്രാദി ശരീരങ്ങളിലൊക്കെയും പിതൃപുത്രകളത്രാദി, അച്ഛനായിട്ടും അമ്മയായിട്ടും കുടുംബക്കാരായിട്ടും പിതൃപുത്രകളത്രാദി ശരീരങ്ങളിലൊക്കെയും എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ആത്മാവായി നിൽപ്പത വിടുന്നല്ലാതാരാം മഹാമതേ. നന്ദഗോപുരോട് ഉദ്ധവർ ചോദിക്കുക, എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായി ഇരിക്കണമെന്ന് ഭഗവാനെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ ആര് വാദ്യക്കാരൻ, ആര് ശംഖ് വിളിക്കുന്നവൻ, ആര് പാത്രം കഴുകുന്നവൻ, ആര് ശാന്തി, ആര് പൂജാരി, ആരുമില്ല. ആ ഒരു നിലയ്ക്ക് എത്തണം. എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്യണു. ആത്മാവായി നിൽപ്പത വിടുന്നല്ലാതാരാം മഹാമതേ. കാൺമതും കേൾപ്പതും ഭവിഷ്യൽ വർത്തമാനവും. ഭൂതവും ഭവിഷ്യവും വർത്തമാനവും വലുതും ചെറുതും സർവം കൃഷ്ണാത്മകം. ഇതൊക്കെയും
ചെറുതും വലുതും എല്ലാം കൃഷ്ണാത്മകം ഇതൊക്കെയും ഓതിനാൻ ഗോകുലാധീശൻ ഭക്തോത്തമനോടിങ്ങനെ. ഉദ്ധവരെ ഓതിനാൻ ഗോകുലാധീശൻ, ഗോകുലത്തിന് രാജാവായിട്ടുള്ള ഭക്തോത്തമനോടിങ്ങനെ. നന്ദഗോപരുടെ സത്യമാണ് ഉദ്ധവൻ ചൊൽവതൊക്കെയും സമ്മതിച്ചിടാം. അദ്ദേഹത്തിൻ്റെ ആ മമത പോണില്ല. പറഞ്ഞോ, സത്യമാണ് ഉദ്ധവൻ ചൊൽവതൊക്കെയും സമ്മതിച്ചിടാം. ഞാനും ഈ വക തത്വങ്ങൾ അറിയാതില്ലിരുപ്പതും. എനിക്ക് ഈ തത്വങ്ങളൊക്കെ അറിയാം, എന്നാലും എനിക്കത് വിടുന്നില്ലാതാ. ആരെ? ഞാനും ഈ വക തത്വങ്ങൾ അറിയാതില്ലിരിപ്പതും ഗർഗമാമുനി പേരിട്ട ദിവസം തന്നെ സർവവും വിസ്തരിച്ചുര ചെയ്തിട്ടുണ്ട്. അവ ഇന്നോർത്തിടുന്നു ഞാൻ ഗർഗമുനി നാമകരണം ചെയ്തപ്പോൾ ഇവരെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അന്ന് എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങ് അക്ഷരം പ്രതി തെറ്റാതെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അത് ഓർത്തുപോയി. ആ സത്യത്തിനെ ഓർത്തുപോയി. അവ ഇന്ന് ഓർത്തിടുന്നു ഞാൻ. 8-ാം നാൾ വിഷം മുണ്ണിച്ച പിശാചിയെ വധിച്ചതും. ഈ ശ്രീകൃഷ്ണ ഭഗവാന്, ഉണ്ണികൃഷ്ണന്, ശ്രീകൃഷ്ണന് 8-ാം ദിവസം പ്രസവിച്ച് ഇവിടെ കൊടുന്നാക്കിയിട്ട് 8-ാം ദിവസമാണ് പൂതന വന്ന് കാളകൂട വിഷം അമ്മിഞ്ഞയിൽ പുരട്ടി കൊടുത്തത്. അപ്പോൾ 8-ാം നാൾ വിഷം മുണ്ണിച്ച പിശാചിയെ വധിച്ചതും ഗോവർദ്ധനം പൊക്കിയതും മറ്റും തെളിവുമല്ലയോ. എന്നാലും ഞങ്ങൾ തൻ കുഞ്ഞാണ്, അവനില്ലൊരു സംശയം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കുഞ്ഞാണ് അവൻ. അതാണ് മായ, അല്ലെങ്കിൽ സ്നേഹബന്ധം, ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്നാലും ഞങ്ങൾ കുഞ്ഞാണവനില്ലൊരു സംശയം. യുക്തിയേക്കാൾ അനുഭവം അല്ലേ വിശ്വാസം ഏവനും. ഈ ലോകത്തിന് 2 തരം ജീവജാലങ്ങളുണ്ട്. ഒന്ന് യുക്തി, ഒന്ന് അനുഭവം. ഏതാ ശരി ഏതാ തെറ്റ് അവരവർക്ക് തോന്നണത് അവരവർക്ക് ശരി, അവരവർക്ക് ശരി. എന്നാലും ഞങ്ങൾ തൻ കുഞ്ഞാണവനില്ലൊരു സംശയം. യുക്തിയേക്കാൾ അനുഭവമല്ലേ വിശ്വാസമേവനും. ഉപായം പലതും ചിന്തിച്ചവൻ ഞങ്ങളോട് ഈ വിധം മുര ചെയ്യുവാനയച്ചുള്ളതൊക്കെയും ശരി തന്നെയാം. എൻ്റെ മക്കള് എങ്ങനെയൊക്കെ അങ്ങേ പറഞ്ഞ് ധരിപ്പിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് പറഞ്ഞു, ഞാൻ കേട്ടു. എന്നാലും എനിക്ക് എൻ്റെ മക്കളാണ് ഇവർ, എൻ്റെ അടുത്ത് വേണം. അല്ലെങ്കിൽ മനസ്സിലുണ്ട്, ഇനി എന്തു വേണമെങ്കിൽ ധരിച്ചോളൂ, മനസ്സിലായില്ലേ. എന്നാൽ അവൻ്റെ വൈദഗ്ധ്യം അറിയില്ലേതും ഉദ്ധവൻ. അപാര പണ്ഡിതന്മാർക്ക് പോലും അജ്ഞേയനാണവൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു, ശരി തന്നെയാം. എന്നാൽ അവൻ്റെ വൈദഗ്ധ്യം അറിയില്ലേതും ഉദ്ധവൻ അറിയില്ലാതാ പറഞ്ഞത്. അപാര പണ്ഡിതന്മാർക്ക് പോലും അജ്ഞേയനാണവൻ, അറിയപ്പെടാൻ കഴിയാത്തവനാണ്. ഭഗവാനെ അറിയുന്നു പറഞ്ഞാൽ കഴിഞ്ഞു. അറിവില്ലായ്മയുടെ ഉത്തുംഗശൃംഗത്തിലാണ് എന്ന് പറയാം. ആ മട്ടിൽ എന്തിനും പോരും അഖിലേശ്വരനെങ്കിലും. ആ മട്ടിൽ എന്തിനും പോരും അഖിലേശ്വരനെങ്കിലും കാർവർണ്ണനുണ്ണിയൻ പുത്രനല്ലാതാകുവതെങ്ങനെ. കാർവർണ്ണൻ ഉണ്ണിയൻ പുത്രനല്ലാതാവുകതെങ്ങനെ. യശോദതൻ മുല കുടിച്ചമ്പാടിയിൽ വളർന്നതും 1000 കുറി അമ്പേന്തി അച്ഛനെന്നു വിളിച്ചതും. അത് വെറുതെ പോവോ? തേവാരം നിർത്തി അവനെ പൊന്നൊഴിഞ്ഞാലിട്ടാട്ടുവാനടുത്തു വന്നലിഞ്ഞെന്നോടെത്രയും കെഞ്ചി നിന്നതും. നോക്കൂ, ഇപ്പം ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. നിന്നച്ഛൻ നന്ദനല്ലെന്നു വല്ലോരും മുര ചെയ്യുകിൽ ഉണ്ണിക്കൈ കൊണ്ടു തല്ലിയിടും ഇന്ദീവരവിലോചനൻ. ആരെങ്കിലും കുസൃതിക്ക് വേണ്ടി പറയാണ് നന്ദഗോപരല്ല എൻ്റെ അച്ഛൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കൈ കൊണ്ടു തല്ലിയിടും ഇന്ദീവരവിലോചനൻ.
മണ്ണു തിന്നുന്നതിനൊട്ടേറെ ശകാരിച്ചതും ആവിധം തൈർക്കലമുടച്ചുള്ള ദിവസം കെട്ടിയിട്ടതും ഉലൂകല ബന്ധനം ചെയ്തതും പാൽ കവർന്നത് ചോദിച്ച് എന്നുണ്ണി വിങ്ങിക്കരഞ്ഞതും പാല് വേണം എന്ന് പറഞ്ഞ് പാൽ കവർന്നത് ചോദിച്ചെന്നുണ്ണി വിങ്ങിക്കരഞ്ഞതും കുറ്റാരോപണം ചെയ്ത സമയത്ത് ഈ ഞങ്ങൾ അമ്മച്ചന്മാരാകയാൽ മാത്രമല്ലയോ നിങ്ങളോട് നല്ലല്ലോ സങ്കടം പറഞ്ഞത് എന്നോടല്ലേ പരമേശ്വരയ്യ നിങ്ങളോട് നല്ലല്ലോ അന്ന് കരഞ്ഞു പറഞ്ഞത് ഞങ്ങളോടല്ലേ കരഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളും അവനും കൂടിയിട്ടുള്ള ബന്ധമാണ് ഇനി 46-ാം ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അക്കാലം ഒരു നാളിങ്ങോട്ട് ഉദ്ധവൻ വന്നു കാണുകിൽ ഈ വണ്ണം ഞങ്ങളോടൊന്നും മുര ചെയ്യില്ല തീർച്ചയാം. താൻ എപ്പോഴെങ്കിലും അവൻ്റെ കുട്ടിക്കാലത്ത് ഗോകുലത്തിൽ വന്ന് അവനും ഞങ്ങളും തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര വലിയ വേദാന്തിയാണെങ്കിലും ഇങ്ങനെ പറയില്ല എന്നാ. അക്കാലം ഒരു നാളിങ്ങോട്ട് ഉദ്ധവൻ വന്നു കാണുകൾ ഈ വണ്ണം ഞങ്ങളോടൊന്നും മുര ചെയ്യില്ല തീർച്ചയാം. 47-ാം ശ്ലോകം. ആർ തന്നെ എന്തുതാൻ ചൊല്ലിക്കൊള്ളിലും മണ്ണിൽ ഉദ്ധവ. അവസാനം അദ്ദേഹം പറയണോ, ആർ തന്നെ എന്തുതാൻ ചൊല്ലിക്കൊള്ളിലും മണ്ണിൽ ഉദ്ധവാം. കൊണ്ടൽ വർണ്ണൻ എനിക്കുണ്ണിയല്ലാതാവിൽ ഒരിക്കലും. കൊണ്ടൽ വർണ്ണൻ എനിക്ക് മകനല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ വണ്ണം കൃഷ്ണനെ പറ്റി തന്നെ ആ രാത്രി മുഴുക്കയും ഭാഗ്യശാലികൾ കീർത്തിച്ചു കൊണ്ടേ നേരം പുലർന്നു പോയി. ആ 117-ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 48. ഈ വണ്ണം കൃഷ്ണനെ പറ്റി തന്നെ രാത്രി മുഴുക്കയും ഭാഗ്യശാലികൾ കീർത്തിച്ചു കൊണ്ടേ നേരം പുലർന്നു പോയി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 17-ശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ സർഗം അവസാനിച്ചു. ഉടനെ നമുക്ക് 118-ാമത്തെ സർഗം തുടരാം. ഉദ്ധവരുടെ ഗോകുലയാത്ര പാർട്ട് 3. 118-ാം സർഗം ഉദ്ധവരുടെ തീർത്ഥയാത്ര. അത് 1-ാമത്തെ ശ്ലോകം. ഉണർന്നുടൻ ഗോപികൾ വീടുതോറും കത്തിച്ചു കാണിച്ചു സുവർണദീപം. ഇന്ന് നമുക്കൊക്കെ ഇല്ലാത്ത ഒരു ചടങ്ങാണിപ്പോൾ. പണ്ടുണ്ടായിരുന്നു എല്ലാ വീട്ടുകാരും. ഉണർന്നുടൻ ഗോപികൾ വീടുതോറും കത്തിച്ചു കാണിച്ചു സുവർണദീപം. അങ്ങകളെ എങ്ങെങ്ങും അടിച്ചു വാരി തളിച്ചു താർത്തേൻ മൊഴിമാരമന്ദം. അമന്ദം മെല്ലെ അല്ല, പെട്ടെന്ന് എന്നർത്ഥം. അതായത് ചുറുചുറുക്കോട് കൂടിയിട്ട് നടത്തും. അകങ്ങൾ അവിടെ ഇവിടെയൊക്കെ അങ്ങെങ്ങും അടിച്ചു വാരി തെളിച്ചു താർത്തേൻ മൊഴിമാരമന്ദം. താർത്തേൻ മൊഴിമാർ താമര സദൃശമായ തേൻമൊഴി. അവരാരാ? കയ്യും കാലൊക്കെ താമര പോലെ. പിന്നെയോ തേൻമൊഴി, എപ്പോഴും മധുരമായി സംസാരിക്കണവർ. മൊഴിമാർ അമന്തം, പെട്ടെന്ന് ചുറുചുറുക്കോട് കൂടിയിട്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ശ്ലോകം. കാർവർണ്ണനോമൽ കഴൽ വെച്ചു പിച്ച കളിച്ചു കൊണ്ടങ്ങിനെ എത്ര നാളോ അലങ്കരിച്ചിടിന തങ്ങൾ വീട്ടിൽ കോലായിൽ അമ്പേന്തി അണിഞ്ഞു കോലം കർണൈക പീയൂഷഗണങ്ങൾ കൃഷ്ണഗീതങ്ങളും പാടി അലിഞ്ഞു മെല്ലെ. കുറച്ച് മെല്ലെ പോവാം, ഒന്നുകൂടി പറയാം. കാർവർണ്ണൻ ഓമൽ കടൽ വെച്ചു പിച്ച കളിച്ചു കൊണ്ടങ്ങനെ എത്ര നാളോ അലങ്കരിച്ചിടിന തങ്ങൾ വീട്ടിൽ.
ഞങ്ങളുടെ വീട്ടിൽ എത്ര കാലം എങ്ങനെ കോലായിലമ്പേന്തി അണിഞ്ഞു കോലം കർണൈകപീയൂഷഗണങ്ങൾ കൃഷ്ണഗീതങ്ങളും പാടിയലിഞ്ഞുമെല്ലെ എല്ലാവർക്കും കേൾക്കാൻ ഇമ്പമുണ്ടാകുന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ്റെ ചരിതങ്ങളെ പറ്റി പാടി പുകഴ്ത്തിക്കൊണ്ടാണ് അവരെ ഓരോ കർമ്മം ചെയ്യുന്നത്. അത് കാരണം അവർക്ക് യാതൊരു വിഷമവുമില്ല അവർക്ക്. ഗോപീജനും പൊന്മണി കങ്കണങ്ങൾ കിലുങ്ങവെ തൻ കടയാൽ തൈർ കടയാൻ തുടങ്ങി. നിത്യവൃത്തികളൊക്കെ കഴിഞ്ഞ് ശരീരശുദ്ധിയോടുകൂടി അവിടെ ഇവിടെയൊക്കെ അടിച്ചു വാരി തുടച്ച് കോലൊക്കെ ഇട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഗോപീജനം പൊന്മണി കങ്കണങ്ങൾ അവരുടെ സ്വർണ്ണവളകളൊക്കെ കിലുങ്ങത്തക്ക വിധത്തിൽ തൈർ കടയാൻ തുടങ്ങി. സുവർണദീപപ്രഭ തട്ടിമിന്നി അത് നേരം വിളിച്ചിട്ടില്ല. സുവർണദീപപ്രഭ തട്ടിമിന്നി തിളങ്ങി ഗോപി മുഖചന്ദ്രബിംബം. ഗോപിമാരുടെ മുഖം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? പൂർണ്ണചന്ദ്രനെ വെല്ലുന്നത് മാതിരി. മാർത്തട്ടിൽ മാണിക്യമണിപ്പതക്കം കൈത്താരിലോ പൊൻവളയെന്നിതെല്ലാം. മാറത്ത് ഗംഭീര മാലകളുണ്ട്, മനോഹരമായിട്ടുള്ള മണിപ്പതക്കങ്ങളുണ്ട്. കൈത്താരിലോ പൊൻവളയെന്നിതെല്ലാം, കൈകളിൽ സ്വർണ്ണവളകളുണ്ട്. കിഴക്കുതിച്ചങ്ങിനെ പൊങ്ങി ശുക്രനക്ഷത്രമാർക്കും കുതുകം വളർത്തി. ഈ ശുക്രനക്ഷത്രം അതിനാണ് ഞങ്ങളുടെ നാട്ടിൽ, അതെങ്കിൽ സാധാരണ ഒരു ലോക്കൽ ഭാഷയിൽ പറയും പൊട്ടൻ ഉദിച്ചു എന്നാണ് പറയാം. പൊട്ടൻ ഉദിച്ചു എന്നാണ് പറയാം. പറഞ്ഞ കിഴക്കുതി അപ്പോൾ പറഞ്ഞു കൈത്താരിലെ പൊൻവളയങ്ങിതതിനെല്ലാം കിഴക്കുതിച്ചങ്ങനെ പൊങ്ങി ശുക്രനക്ഷത്രമാർക്കും കുതുകം വളർത്തി വിളങ്ങി വിഷയികവരേണ്യമായ തേജസ്സിനുദ്ഘാടകനെന്ന പോലെ. അതായത് ഈ ഗോപസ്ത്രീകളുടെ വാസസ്ഥലങ്ങളിൽ ഉദ്ഘാടനം, അതായത് ശ്രീകൃഷ്ണ ഗീതങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാടുന്ന ദിവസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ പൊട്ടനുദിച്ചു. അതിൻ്റെ ശേഷം ഉഷസ്സിലെ അരുണൻ ഉദിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുക. അപ്പോൾ വിളങ്ങി വിഷയികവരണ്യമായ തേജസ്സിനുദ്ഘാടകനെന്ന പോലെ വെളിച്ചം മൊട്ടൊട്ടകമേക്കു കണ്ടു കുതൂഹലം പൂണ്ട പശുക്കിടാങ്ങൾ കഴുത്തിലെ തൂമണിയും കുലുക്കി മുട്ടിത്തുടങ്ങുന്നു തൊഴുത്തിൻ്റെ വാതിൽ മുട്ടാൻ തുടങ്ങി. എങ്ങോട്ട്? കൃഷ്ണഭഗവാനെയും കൊണ്ട് കാലികളെ മേയ്ക്കാൻ. അതായത് ഈ ഗോകുലത്തിലുള്ള പശുക്കളേനൊക്കെ മേയ്ക്കാൻ ആരാ ലീഡർ? ഭഗവാൻ. വെളിച്ചം ഒട്ടൊട്ട കാമയ്ക്ക് കണ്ടു. കുറേശ്ശെ വെളിച്ചങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും കുതൂഹലം പൂണ്ട പശുക്കിടാങ്ങൾ, സന്തോഷാധിക്യം കൊണ്ട് പശുക്കുട്ടികളെ കഴുത്തിലെ തൂമണിയും കുലുക്കി, കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്താട്ടി ശബ്ദിപ്പിച്ചുകൊണ്ട് മുട്ടിത്തുടങ്ങുന്നു തൊഴുത്തുവാതിൽ, പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ശരീര സ്പർശം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വാതിൽ മുട്ടാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. വിളങ്ങി വാർത്തെന്നൽ വിളിച്ചുണർന്നു. വിളങ്ങി വാർത്തെന്നൽ, നല്ല കാറ്റടിക്കുന്നുണ്ട്. വിളിച്ചുണർന്നു പാടും പല പക്ഷികളാൽ പ്രപഞ്ചം. പാട്ടിൽ കൗതുകം ഉണർത്തുന്ന പക്ഷികൾ അവരുടെ ജോലി തുടങ്ങി. പാടും പല പക്ഷികളാൽ പ്രപഞ്ചം വിശ്വപ്രകൃതി അംബികതൻ മുലപ്പാൽ വെളിച്ചമുൺമാൻ കരയുന്ന പോലെ. വിശ്വപ്രകൃതി അമ്മ തമ്പുരാട്ടി പ്രകൃതി, അംബികതൻ മുലപ്പാൽ വെളിച്ചമുൺമാൻ കരയുന്ന പോലെ. ഒരു ഭാവനയാണ്, കവിഭാവനയാണ്. കാളിന്തിയോളങ്ങളിലൂടെ മാൺപിൽ മുകുന്ദനൂതം മുരളീനിനാദം.
കാളിന്തിയോളങ്ങളിലൂടെ കാളിന്തി നദിയിലെ ഓരോ തിരമാലകൾ കൂടെ മാൻപിൽ മുകുന്ദനൂതും മുരളീനിനാദം മുരളിയുടെ അതായത് മുകുന്ദൻ്റെ മുരളീനിനാദം ശബ്ദം നുകർന്നുകൊണ്ടങ്ങിനെ മുങ്ങി കുളിച്ചു കൃഷ്ണാംഗ്രി സുധാരസജ്ഞൻ അതായത് കാളിന്തിയിൽ മുങ്ങിക്കുളിച്ചു ഊത്ത് കഴിച്ചു ആരെ? ഉദ്ധവർ. ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു പേരിട്ടുണ്ട്, കൃഷ്ണാംഗ്രി സുധാരസജ്ഞ എന്ന. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തിരുവാദപത്മങ്ങൾ അംഗ്രി അതിൽ മൊണ്ടമുട്ടുമ്പോൾ ഉണ്ടാവുന്ന അമൃതാനുഭൂതി, മരണമില്ലാത്ത അനുഭൂതി. കൃഷ്ണാംഗ്രി സുധാരസജ്ഞൻ വിയത്തിൽ മിന്നീ രവി. അവിടെ അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. വിയത്തിൽ മിന്നീ രവി അപ്രകാരം വ്രജത്തിലന്ന് ഉദ്ധവനും വിളങ്ങി. എങ്ങനെയാണ് ബാലസൂര്യൻ മിന്നിത്തിളങ്ങണത് അതേപോലെ അക്രൂരൻ ഗോകുലത്തിൽ ശോഭിച്ചു. പറഞ്ഞിട്ടുണ്ടോ? കവിഭാഷയാണ്. വിയത്തിൽ മിന്നീരവി അപ്രകാരം വ്രജത്തിൽ അന്നുദ്ധവനും വിളങ്ങി. പഠിക്കൽ മിന്നും അണിവാഹനം കണ്ടോതേടിനാർ വല്ലവിമാരി വണ്ണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദഗോപരുടെ വീടിൻ്റെ മുമ്പിലെ വലിയൊരു തേര്, പ്രഗത്ഭമായ ഒരു തേര്. അപ്പോൾ സമ്മിശ്രമായ തോന്നലുകളാണ് ഗോപസ്ത്രീകൾക്കുണ്ടായത്. കൃഷ്ണൻ വന്നു. കൃഷ്ണൻ ഇതേമാതിരി ഈ തേരിൽ തന്നെയാണല്ലോ പോയത്. ഇനിയിപ്പോൾ ആരെ കൊണ്ടുപോകാനാ ആരാ വന്നെന്നത് ഒന്നും അറിയില്ല. പഠിക്കൽ മിന്നും മണിവാഹനം കണ്ടോതേടിനാൻ വല്ലവിമാരി വണ്ണം. ഗോപസ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പണ്ടത്തെ അക്രൂരനണഞ്ഞു വീണ്ടും. നമ്മുടെ എല്ലാമായിരിക്കുന്ന ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുപോയിട്ടുള്ള ആ അക്രൂരൻ വീണ്ടും വന്നിട്ടുണ്ടോ? പണ്ടത്തെ അക്രൂരനണഞ്ഞു വീണ്ടും. ആണ്ടേറെയായി കംസനു മുക്തി കിട്ടാൻ കണ്ടില്ലയോ വണ്ടി പഠിക്കൽ നമ്മെ കൊണ്ടേ കൊടുത്ത് തിന്നു കൊലപ്പെടുത്താൻ. അത് കുറച്ച് ജാസ്തി ആയിപ്പോയി അല്ലേ? ഭഗവാനെ കൊണ്ടുപോയി അന്ന്. എന്നിട്ട് ഭഗവാൻ കംസനെ കൊന്നു. അമ്മയ്ക്കും അച്ഛനൊക്കെ, അതായത് വസുദേവർക്കും ദേവികയ്ക്കൊക്കെ വളരെ സന്തോഷമായി. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ. കാരണം ലോകിയില്ലല്ലോ, കാണാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു നിരാശ ആണ് അവർ പറയണത്. അപ്പോൾ കണ്ടില്ലയോ വണ്ടി പഠിക്കൽ നമ്മെ കൊണ്ടേ കൊടുത്ത് ഇന്ന് കൊലപ്പെടുത്താൻ സ്നാനാദികൃത്യങ്ങൾ കഴിഞ്ഞു പോരും അദ്ദേഹം അത്തേൻ മൊഴിയൊട്ടു കേൾക്കെ. അത് ഉദ്ധവർ കേട്ടു. ഓഹോ, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർക്ക് അപ്പോൾ പറഞ്ഞു നമ്മെ കൊണ്ടേ കൊടുത്തിന്നു കൊലപ്പെടുത്താൻ സ്നാനാദികൃത്യങ്ങൾ കഴിഞ്ഞു പോരും അദ്ദേഹം അത്തേൻ മൊഴി ഒട്ടു കേൾക്കേ. അവർക്ക് ഗോവിന്ദനിലുള്ള ഭാവം ഏതാണ്ടറിഞ്ഞോർത്തു മഹാനുഭാവൻ. ഇവർക്ക് ഇത്ര വലിയ പ്രേമമുണ്ടോ ഭഗവാനോട്? ഉദ്ധവർ വിചാരിച്ചു എനിക്കാണ് ഭഗവാനോട് ജാസ്തി പ്രേമം എന്ന്. ഈ ഗോപസ്ത്രീകൾ എൻ്റെ 1000 മടങ്ങാണല്ലോ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിരിക്കണത്. അവർക്ക് ഗോവിന്ദനിലുള്ള ഭാവം ഏതാണ്ടറിഞ്ഞ് ഓർത്തു മഹാനുഭാവൻ. അനർഘരത്നാഭരണത്തിനേക്കാൾ അമർഷവും ഗോപിമാർക്കു രമ്യം. അനർഘരത്നാഭരണത്തിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ള സ്വർണ്ണനിർമ്മിത രത്നഭൂഷണങ്ങൾ. അപ്പോൾ അനർഘരത്നാഭരണത്തിനേക്കാൾ അമർഷവും ഗോപികമാർക്കു രമ്യം വികാരമേതും
ശരി വേണ്ട ദിക്കിൽ വിളങ്ങിയാൽ വിശ്വമനോഭിരാമം വികാരമേതും ശരി വേണ്ട ദിക്കിൽ വിളങ്ങിയാൽ വിശ്വമനോഭിരാമം. ശരി, അതായത് ശരി വേണ്ട ദിക്കിൽ വിളങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണെങ്കിലും അല്ലേ, അറിവുള്ളവൻ സമയാസമയത്ത് സംസാരിക്കണം. അറിവില്ലാത്തവരോട് എങ്ങനെ സംസാരിക്കണം, അറിവുള്ളവരോട് എങ്ങനെ സംസാരിക്കണം. ആരെയും വ്രണപ്പെടുത്താനായിട്ട് പാടുമില്ല. അവരവരുടെ രീതിക്ക് അനുസരിച്ച് പറഞ്ഞു മനസ്സിലാക്കത്തക്ക വിധത്തിലേ സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ കാർവർണ്ണനമ്പേന്തിയൊടുക്കും അമ്മട്ടതേ സുവർണാംബരം അബ്ജമാലം. കാർവർണ്ണൻ ശ്രീകൃഷ്ണൻ എങ്ങനെ മഞ്ഞപ്പട്ട് കൊടുക്കുന്നത്, അതേപോലെയാണല്ലോ ഇയാൾ കൊടുക്കുന്നത്. ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് താമരമാല ധരിക്കണത്, അങ്ങനെ ഇയാൾ മാല ധരിക്കുന്നുണ്ടല്ലോ. കാർവർണ്ണനമ്പേന്തിയൊടുക്കും അമ്മട്ടതേ സുവർണാംബരം അബ്ജമാല്യം തെളിഞ്ഞിളം പുഞ്ചിരയാർന്നു മിന്നും മുഖാംബുജം ഗോപിയെഴും ലലാടം. ഗോപി നെറ്റിയില ഗോപി കൂറിയിട്ടുണ്ട്. അതേ തരം വേഷമണിഞ്ഞു പോരും ഇദ്ദേഹമാരായി വരുമെങ്ങു നിന്നാം. കൃഷ്ണനെ പോലെ വേഷഭൂഷണങ്ങളൊക്കെ അനുകരിച്ച് ഈ മഹാൻ ആരാണ്, എവിടുന്നാണ്, എന്തിനാണ് ഇവിടെ വന്നത്? അതേ തരം വേഷമണിഞ്ഞു പോരും ഇദ്ദേഹം ആരായി വരും. നമ്മുടെ കൃഷ്ണന് ഇദ്ദേഹം ആരായിട്ട് വരും? എങ്ങു നിന്ന് വരണു? വരുന്നതെന്നോർത്തുടൻ അത്ഭുതം പൂണ്ടോതിയിടിനാർ വല്ലയുമാരി വണ്ണം. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത ശ്രീനോ ഭവന്തു.